ഗുഡ് ഈവനിംഗ്. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം. ഇത്തവണ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. നെടുമങ്ങാട് നിന്നും തത്സമയം നമ്മൾ ആരംഭിക്കുന്നു. റിപ്പോർട്ടർ കുരുക്ഷേത്രം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആറ്റിങ്ങലിനൊരു ചരിത്രമുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കെട്ടുകെട്ടിച്ച കേരളത്തിലെ ആദ്യത്തെ സംഘടിതമായിട്ടുള്ള സമരം നടന്ന സ്ഥലമാണ് ആറ്റിങ്ങൽ. ഉള്ളിൽ വിപ്ലവം പേറുന്ന സമൂഹമാണ്. മാറ്റത്തിന് ആഗ്രഹിക്കുന്ന സമൂഹമാണെങ്കിലും തൊഴിലാളികൾക്കൊപ്പം, സമുദായത്തിനൊപ്പം, മതേതര മനസ്സുകൾക്കൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലം കഴിഞ്ഞ തവണ 17 തവണ തിരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ചിറയൻകീഴ് മണ്ഡലമായിരുന്ന ഘട്ടത്തിൽ പോലും ഇടതുമുന്നണിക്കൊപ്പം നിലയുറപ്പിക്കുമ്പോഴും ഇടതുമുന്നണിയിൽ നിന്ന് കാലാകാലങ്ങളിൽ തലേക്കുന്നിൽ ബഷീറിലൂടെ ഏറ്റവും ഒടുവിൽ അടൂർ പ്രകാശിലൂടെ ഇങ്ങ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പക്ഷത്തേക്കു ചാഞ്ഞ മണ്ഡലം. ഇക്കുറി ആറ്റിങ്ങലിൽ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. CPM-ന്റെ തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറിയെ തന്നെ രംഗത്തിറക്കുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്നത് ഈ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പോൾ മാനേജർ എന്ന വിശേഷണമുള്ള സാക്ഷാൽ അടൂർ പ്രകാശ്. വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രി കൂടി മത്സരിക്കാൻ എത്തുന്നതോടുകൂടി ത്രികോണ മത്സരം നടക്കുന്ന കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി മാറുന്നു ആറ്റിങ്ങൽ. ആറ്റിങ്ങലിന്റെ രാഷ്ട്രീയ മനസ്സിലെന്ത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കൊപ്പം അതിഥികൾ കൂടി ചേരുന്നുണ്ട്. BJP പ്രതിനിധീകരിച്ച് നമുക്കൊപ്പം ചേരുന്നത് ശ്രീ മുളയറ രതീഷാണ്. ഒപ്പം LDF-നെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ. ഒപ്പം UDF-നെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് BRM ഷഫീർ എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ഒപ്പം 3 മുന്നണികളിലെയും പ്രവർത്തകരും ഒപ്പം വോട്ടർമാരും നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ആദ്യം ഞാൻ BRM ഷഫീറിൽ നിന്ന് തുടങ്ങുന്നു. BRM ഷഫീർ, തിരഞ്ഞെടുപ്പ് തീയതി കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എണ്ണി 40 ദിവസങ്ങൾ മാത്രമാണ്. 38 ഡിഗ്രി സെൽഷ്യസിനും അപ്പുറത്തേക്ക് താപനില ഉയരുന്നു. രാഷ്ട്രീയ താപനില ഉയരുമ്പോൾ ആദ്യത്തെ ട്രെൻഡ് ആർക്ക് അനുകൂലം ആറ്റിങ്ങലിൽ? ഇവിടെ എല്ലാവർക്കും അറിയാം, വികസനത്തിൻ്റെയും കരുതലിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും ഒരു രാഷ്ട്രീയമുണ്ട്. ഏകദേശം 30 കൊല്ലത്തിലേറെയായി ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും കോട്ടയായി അവർ സംരക്ഷിച്ചു വച്ചിരുന്നൊരു മണ്ഡലത്തെ തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയിലൂടെ പിടിച്ചെടുത്ത ഐക്യജനാധിപത്യമുള്ള അമരക്കാരനാണ് ശ്രീ അടൂർ പ്രകാശ്. ഇവർക്ക് തന്നെ അറിയാൻ പറ്റും, ഇടതുപക്ഷത്തിൻ്റെയും BJP-യുടെയും ആളുകൾക്ക് തന്നെ അറിയാൻ പറ്റും, 795 കോടി രൂപയുടെ ആറ്റിങ്ങൽ ബൈപ്പാസ് അരുണ് പോയി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കാണാൻ സാധ്യത ഉണ്ടാവും. 45 കൊല്ലമായി 4 MP-മാർ മാറിയും തിരിഞ്ഞും 4 പ്രാവശ്യം ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യം 795 കോടി രൂപ മുടക്കി പണി പൂർത്തിയാക്കിച്ച വികസന നായകനാണ് ശ്രീ അടൂർ പ്രകാശ്. 51 കൊല്ലമായി ഒരു കൊച്ചു ഡിസ്പെൻസറിയിൽ തുടങ്ങിയിട്ട് 12 കൊല്ലത്തിലേറെയായി തറക്കല്ലിട്ടതിനു ശേഷം പൂർത്തിയാവാതിരുന്ന ESI ആശുപത്രി നാവായിക്കുളത്ത് തുടങ്ങി വെച്ച് വികസനത്തിൻ്റെ ഭാഗമായി അത് ഉദ്ഘാടനത്തിന് സജ്ജമാക്കിയ നേതാവാണ് ശ്രീ അടൂർ പ്രകാശ്. നിങ്ങൾ വർക്കല റെയിൽവേ സ്റ്റേഷനിലേക്ക് വരണം. 1235 കോടി രൂപയുടെ വർക്കല റെയിൽവേ സർക്യൂട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നാണ് അത് കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്ന നേതാവാണ് ശ്രീ അടൂർ പ്രകാശ്. 3 കേന്ദ്ര ആനുകൂല്യങ്ങളുടെ നേട്ടം വി മുരളീധരൻ കൊണ്ടുപോകും. അല്ല, അങ്ങനെയില്ല. അപ്പോൾ ഒരു ഉദാഹരണം പറയാം. അതിനകത്ത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഭരിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ഫണ്ട് ബൈ ത്രൂ MP ആണെന്ന് അറിയാത്തവരാണോ ഈ BJP-ക്കാർ? അല്ലല്ലോ. ഇവിടെ നിന്ന് കേന്ദ്രം ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. ഇന്നലെ വന്നിട്ടുണ്ട് പരശുറാം എക്സ്പ്രസിന്റെയും 12 എക്സ്പ്രസിനും മുരുക്കുപുഴയിലും കഴക്കൂട്ടത്തും സ്റ്റോപ്പ് അനുവദിച്ചത് മുരളീധരൻ. എൻ്റെ റെക്കോർഡുണ്ട്. ഞാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ സെക്രട്ടറി അടൂർ പ്രകാശിന് കൊടുത്ത കത്തിന്റെ കോപ്പിയുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ശ്രീ മുരളീധരനെ വെല്ലുവിളിക്കുകയാണ്. ഒരു ഇടപെടൽ, ഒരു ഫോൺ കോൾ ഈ കാര്യത്തിൽ ചെയ്തിട്ടില്ല. ചെയ്ത നേതാവ് ശ്രീ അടൂർ പ്രകാശാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് വൻകിട വികസന പദ്ധതികൾ, മറുഭാഗത്ത് ചെറുകിട വികസന പദ്ധതികൾ. ഇന്നലെയാണ് വാമനപുരത്തുള്ള ആരെങ്കിലും ഇവിടെ അറിയാം, വാമനപുരത്തെ പിന്നെ കളമച്ചൽ ഭാഗത്തെയും ഇപ്പുറത്ത് കിളിമാനൂരിലെ പുളിമാത്ത് ഭാഗത്തെയും വ്യാപിപ്പിച്ചുകൊണ്ടുള്ള 50 കോടിയിൽ പരം രൂപയുടെ പുതിയ പാലം മിനിങ്ങാത് ഉദ്ഘാടനം ചെയ്തേ ഉള്ളൂ. ഞാൻ നിൽക്കുന്ന ആദിവാസി സെറ്റിൽമെന്റുമായി വിരൽ ചൂട് നിൽക്കുന്ന സ്ഥലത്താണ് കോട്ടൂർ. ഇന്നലെ പാലം ശ്രീ അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, പൊന്മുടിയുടെ മല മുതൽ വർക്കലയിലെ ഇടവയിലെ കടൽത്തീരം വരെയുള്ള മുഴുവൻ സ്ഥലത്തും സർവതല സ്പർശിയായ വികസനം അടൂർ പ്രകാശിന്റെ സാന്നിധ്യമുണ്ട്. അടൂർ പ്രകാശിന്റെ സാന്നിധ്യം. സുരേഷ് കുമാർ, അങ്ങനെയാണെങ്കിൽ വർക്കല രാധാകൃഷ്ണനും സമ്പത്തിന്റെയും വർക്കലയല്ല, ആറ്റിങ്ങലല്ല ഇപ്പോഴത്തെ ആറ്റിങ്ങൽ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് BRM ഷഫീർ. അങ്ങനെയാണെങ്കിൽ ഇത്തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അത് നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി തന്നെ ഇറങ്ങുമ്പോൾ വിയർക്കേണ്ടി വരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ ഈ നാടിന് പരിചയപ്പെടുത്തേണ്ടത് ഒരു മുഖവരയുടെ ആവശ്യമില്ലാത്ത, ഈ നാടിനെ ഇന്ത്യക്ക് പരിചയപ്പെടുത്തിയത് അടൂർ പ്രകാശ് അല്ലേ? തീർച്ചയായും ഈ നാടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് V ജോയ് ഈ നാടിനൊരു മുഖവരയുടെ ആവശ്യമില്ലാത്ത സ്ഥാനാർത്ഥിയാണ്. ഇവിടെ വികസനത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പൊള്ളയായ വികസനവാദം ഉന്നയിച്ചുകൊണ്ടാണ്
ഇടതുപക്ഷത്തെ എതിർക്കുന്ന ആളുകൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതല്ല, ബൈപ്പാസ് പൊള്ളയാണോ? ഒരിക്കലുമല്ല. പിന്നെന്താ? ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 8 വർഷമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അത് രാഷ്ട്രീയ എതിരാളികൾ പോലും തുറന്ന് സമ്മതിക്കുന്നു. ഹോസ്പിറ്റൽ ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഈ നാട്ടിൽ സാധാരണക്കാരെ ബാധിക്കുന്ന മുഴുവൻ വിഷയങ്ങളും അവ ഏറ്റെടുക്കാനും നടപ്പിലാക്കാനും കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് 13 സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോ കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും 13 സബ്സിഡി സാധനങ്ങൾ ഈ സംസ്ഥാനത്ത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വഴി ഇറക്കുമതി ചെയ്യുമ്പോൾ ഈ നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികളോട് നിങ്ങൾ ചോദിക്കേണ്ട ന്യായമായ ഒരു ചോദ്യമുണ്ട്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവ്, പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള മുഴുവൻ സാധന സാമഗ്രികളുടെയും വില വർദ്ധിക്കുമെന്നുള്ള കാര്യം ഈ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ സെസ്സങ്ങൾ പിൻവലിച്ചാ പോരെ? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് 2 രൂപ പെട്രോളിന്റെ വില കുറച്ചുകൊണ്ട്, ഡീസലിന്റെ വില കുറച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഗിമിക്ക് കാണിച്ചതുപോലല്ല ഈ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഈ കേരളത്തിൽ സ്ഥായിയായ വികസന പ്രവർത്തനം സാധ്യമാക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ പറഞ്ഞ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വഴിയുള്ള സാധന സാമഗ്രികളുടെ വിതരണം മാത്രമല്ല, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം അരുണടക്കമുള്ള ആളുകൾക്ക് ഏത് ജംഗ്ഷനിൽ ചെന്ന് നോക്കിയാലും കാണാം അമ്പരചുംബികളായ തലയെടുപ്പുള്ള സ്കൂൾ കെട്ടിടങ്ങൾ ഈ കേരളത്തിന് സംഭാവന ചെയ്തത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ്. പക്ഷെ കടമെടുത്ത് കെട്ടിടങ്ങൾ നിർമ്മിച്ചതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾ പട്ടിണിയിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കടമെടുത്ത് കെട്ടിടം നിർമ്മിച്ചു എന്നുള്ളത് ഇവിടെ ഉയർത്തുന്ന ഒരു വാദഗതിയാണ്. അതിനപ്പുറത്തേക്ക് ഈ കെട്ടിടം യാഥാർത്ഥ്യമായില്ലെങ്കിൽ ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിലിരുന്ന് പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കണമെന്ന പിന്തിരിപ്പൻ ന്യായമാണ് അങ്ങ് ഉന്നയിക്കുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷേ എങ്കിലും നിങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളായിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. ഇത്തവണ ലോക്സഭയിലേക്ക് നിങ്ങൾ ഇവിടെ നിന്ന് മാറ്റിങ്ങളിൽ നിന്നും വി ജോയിയെ പാർലമെന്റിലേക്ക് അയക്കുന്നത് കൊണ്ട് എന്താണ് നേട്ടമുണ്ടാവുന്നത്? നിങ്ങൾ ഈ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു സർക്കാരാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ കോൺഗ്രസ് വരണ്ടേ? ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിനൊരു ചരിത്രമുണ്ട്. ചിറയൻകീഴിന് ആ ചരിത്രം എന്ന് പറയുന്നത് വർക്കല രാധാകൃഷ്ണനെ പോലെ, സുശീല ഗോപാലനെ പോലെ, എ സമ്പത്തിനെ പോലെ, തലേക്കുന്നിൽ ബഷീറിനെ പോലെ വളരെ പരിണിതപ്രജരായിട്ടുള്ള പാർലമെന്റ് അംഗങ്ങളെ ഇന്ത്യൻ പാർലമെന്റിന് സംഭാവന ചെയ്ത എംപിയുടെ ഫണ്ട് തന്നെ ഇനി ബാക്കി 11 ലക്ഷം രൂപ എങ്ങാണ്ടേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ പണവും അദ്ദേഹം ചെലവഴിച്ചു കഴിഞ്ഞു മണ്ഡലത്തിൽ. അല്ലല്ല, ഞാൻ സൂചിപ്പിച്ചത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ മണ്ഡലത്തിലും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ സാന്നിധ്യം പാർലമെന്റിലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ നമുക്കറിയാമല്ലോ, നമ്മൾ ഈ നാട്ടിൽ ഒന്ന് കണ്ണോടിച്ച് ഒരു യാത്ര ചെയ്താൽ നമ്മുടെ വികസനത്തെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് 1 സ്കൂൾ കെട്ടിടങ്ങൾ, 2 സ്കൂൾ ബസ്സുകൾ, 3 ആശുപത്രികൾ, ആശുപത്രികളിലെ ആംബുലൻസ്, അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കമ്പ്യൂട്ടർ ലാബ്. ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ അടൂർ പ്രകാശ് ഈ നാടിന്റെ എംപിയുടെ ശരി. അങ്ങനെയാണെങ്കിൽ മുളയറ രതീഷ്, ഇത്തവണ കേന്ദ്രമന്ത്രി വരുന്നു. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ 2 ലക്ഷം വോട്ട് പിടിച്ചത് ശബരിമലയുടെ വിശ്വാസ പ്രശ്നത്തിന്റെ പേരിലാണ്. ഇത്തവണ ശബരിമല എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഇത്തവണ നിങ്ങൾക്ക് വോട്ട് വർധനം ഉണ്ടാക്കാൻ കഴിയുമോ? തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമോ? എന്താണ് പ്രതീക്ഷ? ഞങ്ങൾക്ക് 100% വിജയത്തിന് ഉറപ്പ് മാത്രമല്ല, ഈ പാർലമെന്റിലെ ജനത വരാൻ പോകുന്ന 2024 തെരഞ്ഞെടുപ്പിൽ രാജ്യത്തുണ്ടാകുന്ന സർക്കാർ ഏതാണെന്ന് ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളോട് ചോദിച്ചാൽ 100% പറയാൻ പറ്റും നരേന്ദ്രമോദിയുടെ സർക്കാരാണ് രാജ്യത്ത് വരുന്നതെന്ന്. ഇത് നമ്മുടെ റിപ്പോർട്ടർ ചാനലായാലും കേരളത്തിലും രാജ്യത്ത് പുറത്തുള്ള എല്ലാ സർവേകളും നടത്തിയതാണ്. ഈ പ്രദേശത്തെ ഈ പാർലമെന്റിലെ ജനത ആഗ്രഹിക്കുന്നത് വരാൻ പോകുന്ന മോദി സർക്കാരിന്റെ പാർലമെന്റിൽ, ഈ ആറ്റിങ്ങൽ പാർലമെന്റിലെ BJPയുടെ പ്രതിനിധിയായി ഒരു പാർലമെന്റിനുണ്ടായാൽ അത് ഈ പാർലമെന്റിന്റെ സമഗ്രമായ വികസനത്തിന് ഏറ്റവും വലിയ നാന്നുകുറിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ നമുക്കൊരു മന്ത്രി ഉണ്ടായിരുന്നു, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ കെ മുരളീധരൻ. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിന് വേണ്ടി എന്താണ് ഒരു കാര്യം ഞാൻ പറയാം. കേരളത്തിലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, വിദേശകാര്യ മന്ത്രാലയത്തിന് ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ള ബഹുമാനപ്പെട്ട ആങ്കറിന് അറിയാം. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പാർലമെന്റിന്റെ വികസന
പാർലമെന്റേറിയൻ നമ്മുടെ നമ്മുടെ ധനകാര്യ നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ എല്ലാ കാര്യങ്ങൾക്കും ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയങ്ങൾക്ക്. ഒരു കാര്യം, കഴിഞ്ഞ പാർലമെന്റേറിയനായി തിരഞ്ഞെടുക്കപ്പെട്ട് സഹമന്ത്രിയായി വി മുരളീധരൻ വന്നതിന് ശേഷം ആറ്റിങ്ങൽ പാർലമെന്റിലും തിരുവനന്തപുരം ജില്ലയിലും കേരളത്തിലും BJPയുടെ ഒരു നേതാവെന്നതിലുപരി ഈ പാർലമെന്റിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു മന്ത്രിയായി, ഒരു MP ആയി കഴിഞ്ഞ 2-2.5 വർഷക്കാലമായി ആറ്റിങ്ങലും കഴിഞ്ഞ 5 വർഷക്കാലമായി തിരുവനന്തപുരത്തും കേരളത്തിലും യാത്ര ചെയ്യുന്ന ഒരു നേതാവാണ്, ഒരു മന്ത്രിയാണ് ശ്രീമാൻ വി മുരളീധരൻ. എത്ര കാര്യങ്ങൾ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചു. റെയിൽവേ വികസനം, കഴിഞ്ഞ 45 വർഷക്കാലമായി മുടങ്ങിക്കിടക്കുന്ന ബൈപ്പാസ്, നേരത്തെ പല കാര്യങ്ങളും പറഞ്ഞു. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു MP എന്ന നിലയ്ക്ക് നിവേദനം കൊടുക്കുക മാത്രമല്ല, ഒരു സർക്കാരിനെ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു MP തിരഞ്ഞെടുക്കപ്പെട്ട് പാർലമെന്റിന്റെ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരുപാട് വികസനങ്ങൾ ഈ പാർലമെന്റിൽ ചെയ്യാൻ കഴിയും. ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട്. ആറ്റിങ്ങലിലെ ജനത വരാൻ പോകുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമായി ആറ്റിങ്ങലിലുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർക്ക് സ്വാഭാവികമായും CA അടക്കമുള്ള വിഷയങ്ങളിൽ നമ്മുടെ ചർച്ച CA വിഷയത്തെ കുറിച്ച് ചർച്ച ഈ രാജ്യത്തെ ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചും ഇന്ത്യൻ പൗരത്തെ കുറിച്ച് ഒരു ചർച്ച വേണ്ട. വെറുതെ ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ 4 വോട്ടിന് വേണ്ടി പാവപ്പെട്ട ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ പറഞ്ഞു തെറ്റിപ്പിക്കുന്നില്ലാതെ ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചും ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് ഉണ്ടാകില്ല. ഈ മുരളീധരൻ വരുന്ന സമയത്ത് സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് BJP അല്ലേ നാട്ടുകാർ ചോദിച്ചാൽ? അത് നിങ്ങൾക്ക് തെറ്റിയുണ്ട്. 2018 മുമ്പ് ഈ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടിയൊക്കെ എത്ര കോടി രൂപ വാങ്ങിയിട്ടുണ്ടെന്ന് വെളിയിൽ പോലും അറിയത്തില്ല. 2018 ശേഷമാണ്. അതുകൊണ്ട് ഇപ്പൊ നാട്ടുകാരെ അറിയിച്ച് നിങ്ങൾ അങ്ങനെയല്ല. 20 കോടി രൂപയുടെ അഴിമതി ഉണ്ടെങ്കിൽ അതിൽ 6 കോടിയുടെ കാര്യമാണ് പറയുന്നത്. ബാക്കി 14 കോടിയും വാങ്ങിയത് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷങ്ങളാണ്. ഞാൻ നോക്കട്ടെ, പ്രതിപക്ഷം എന്ന് പറയുന്ന ആൾക്കാർ ഇവിടത്തെ കുത്തക മുതലാളിമാരിൽ നിന്ന് 14 കോടി 14,000 കോടി വാങ്ങിയെങ്കിൽ എന്ത് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം കൂടെ അവർക്കില്ലേ? അത് BJPക്ക് മാത്രമല്ലല്ലോ. ഇത് കാലാകാലങ്ങളായി ഒരു രാഷ്ട്രീയ പക്ഷേ ED അന്വേഷണത്തിന് വരുമ്പോൾ ഇലക്ട്രൽ ബോണ്ട് തരുന്നു. അതെന്താ കാര്യം? അതൊക്കെ നമ്മൾ വെറുതെ ചാനൽ ചർച്ചകളിലും ഈ കേരളത്തിൽ മാത്രം പറയുന്നത്. ED എന്ന് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ആരെ എന്താ ചെയ്യുന്നത്? ഇതൊക്കെ വെറുതെ കണക്കോട്ട് നമ്മുടെ കയ്യിൽ ED വേട്ടയാടി ആടുകളുടെ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇന്നിപ്പോ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹിയിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് അനധികൃതമായി ED എന്നല്ല, അനധികൃതമായി ഏത് സ്വത്ത് സമ്പാദിച്ചാലും അത് അന്വേഷിക്കാനുള്ള നിയമമുണ്ട്, അത് അന്വേഷിക്കാനുള്ള സർക്കാരുണ്ട്. സർക്കാർ രാജ്യത്തുള്ളത് കൊണ്ട് അഴിമതി കാണിക്കുന്നവന്റെ വീട്ടിലേക്ക് EDയും കയറും, മറ്റുള്ള സംവിധാനം കയറും. അജിത് പവാറിനെതിരെയുള്ള ED കേസ് എന്തായി? ഏത് കേസായാലും ഞാൻ പറഞ്ഞല്ലോ, അഴിമതി ഒന്നും ആയില്ല. ഞാൻ പറഞ്ഞത് ഏത് അഴിമതി കാണിച്ചാലും എത്ര വലിയ നേതാവായാലും അത് ED അല്ല, ഏത് ഏജൻസികളായാലും, ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ഏജൻസി ആയാലും കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി ആയാലും അഴിമതി കാണിക്കുന്ന വീട്ടിലേക്ക് ഉദ്യോഗസ്ഥന്റെ. അപ്പൊ ആറ്റിങ്ങിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ BR ഷബീർ ഞാൻ വരാം. അതിന് മുമ്പ് വോട്ടർമാരുടെ പ്രതികരണം എടുത്ത് ഞാൻ തിരിച്ചു വരാം. എന്താണ്, ആരാണ് സാധ്യത വി ജോയിക്കാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് BJPയുടെ സ്ഥാനാർത്ഥിയോടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോടുമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, സ്ഥാനാർത്ഥിയല്ല ഇവരുടെ എനിക്കറിയേണ്ടത് CA പറഞ്ഞു. ഇപ്പോൾ CA പറഞ്ഞത് ഇപ്പോൾ മുസ്ലിം വിഭാഗക്കാരെ മാത്രമാണ് ഈ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഒരു പൗരത്വം ഇന്ത്യയിൽ ലഭിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നുകിൽ ഈ നാട്ടിൽ ജനിച്ചവരായിരിക്കണം, അപ്പോൾ അതിൽ മുസ്ലിം വിഭാഗക്കാരെ മാത്രം ഒഴിവാക്കിയത് മാത്രം. ഇവർ എല്ലാ മതക്കാരും, ഇവിടെ ആരാ മതക്കാർ? ഇവർ ഹിന്ദുവിന്റെ അമ്മയിലും അച്ഛനും ജനിച്ചുകൊണ്ട് അവർ ഹിന്ദുവായി. ഞാൻ മുസ്ലിമിന്റെ അച്ഛനും അമ്മയിലും ജനിച്ചുകൊണ്ട് ഞാൻ മുസ്ലിമായി. അതുകൊണ്ട് മുസ്ലിമും ഹിന്ദുവും എല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ ഇവിടെ എല്ലാ മനുഷ്യർക്കും നോർമലി പൗരത്വം കൊടുക്കേണ്ട അവകാശം CAക്ക് ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ പാർലമെന്റിൽ 48 MP കോൺഗ്രസിലുണ്ടായിരുന്നു. പക്ഷേ CPMന്റെ MP ആയിട്ട് ആരിഫ് MP മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം BR ഷബീർ പറയും. പക്ഷേ എങ്കിലും ഒരു കാര്യം കൂടി, താങ്കൾക്ക് അതിന്റെ ചരിത്രമേ അറിയില്ല എന്നെനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ഡിസംബർ മാസം 9-ാം തീയതി 313 പേര് അനുകൂലിക്കുകയും 80 പേര് വോട്ടിനിട്ട് ആ ബിൽ എതിർക്കുകയും ചെയ്തു. ആ 80 പേരിൽ കോൺഗ്രസുകാരുണ്ടെന്ന് മാത്രമല്ല, അതിനെതിരായിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചവരിൽ ഒന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള ശശി തരൂരാണ്, NK പ്രേമചന്ദ്രനാണ്, അധീർ രഞ്ജൻ ചൗധരിയാണ്. മുഖ്യമന്ത്രി കള്ളം പറയുകയാണ്. മുഖ്യമന്ത്രി കള്ളം പറയുകയാണെന്ന് പറഞ്ഞാൽ താങ്കൾ ഇപ്പൊ കള്ളം പറയാണ്. താങ്കൾ ഒന്നുകിൽ ഡിസംബർ 9-ാം തീയതിയുള്ള ആ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ മതി. ആ വോട്ടിംഗ് പാറ്റേണിൽ ബില്ലിന്റെ ഇൻട്രൊഡക്ഷൻ വേളയിൽ കോൺഗ്രസുകാർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷെ ബില്ല് പാസ്സാക്കുമ്പോൾ സഭ ബഹിഷ്കരിച്ചു പുറത്തുപോയി. അതാണ് വലിയ രാഷ്ട്രീയം. ഭേദഗതി ബില്ല് NIA വേറെ, CA വേറെ. NIA പറയരുത്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് CA ആണ്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് CA ആണ്. ഇന്ത്യയിലെ മതന്യൂനപക്ഷ വിഭാഗത്തെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന നിലയിലേക്ക് ആ ബില്ല് വോട്ടിനിട്ടപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ
AM ആരിഫ് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ അലൻ താഹെ അറസ്റ്റ് ചെയ്തത് കേന്ദ്ര സർക്കാരല്ല, അലൻ താഹെ അറസ്റ്റ് ചെയ്തത് കേരള പോലീസാ. അല്ലല്ല NIA-യുടെ കാര്യമാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. UAP-യുടെയും NIA-യുടെയും കാര്യത്തിൽ സാർ നോക്കൂ, അതല്ല CA-യുടെ വിഷയം. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് CA എന്നാണ്. അതൊന്നേ മുഖ്യമന്ത്രി തിരുത്തണം. CA നിയമം രാജ്യത്ത് നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് ഏത് സംസ്ഥാനത്തും ആ നിയമം ബാധകമാണ്. അത് കേരളത്തിൽ അത് ശരിയാണ്, അത് രണ്ടാമത് വരാം. പക്ഷെ മുഖ്യമന്ത്രി ഇന്നലെ കള്ളം പറഞ്ഞു എന്നതാണ്. CA വിഷയത്തിൽ കോൺഗ്രസുകാർ എതിർപ്പ് രേഖപ്പെടുത്തിയില്ല എന്ന് മുഖ്യമന്ത്രി ഇന്നലെ കള്ളം പറയുകയല്ലേ ചെയ്തത് സുരേഷ് കുമാർ? ഡൽഹി അതായത് ആ വോട്ട് രേഖപ്പെടുത്തിയില്ല. അല്ലല്ല, താങ്കൾ വിഷയം മാറ്റരുത്. CA വിഷയത്തിൽ മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു എന്നത് വാസ്തവമല്ലേ? ബാധിതർക്ക് അടുത്തേക്ക് ഓടി എത്താനുണ്ടായിരുന്നത് ആരാണ്? കോൺഗ്രസ് ഉണ്ടായിരുന്നോ? കണ്ടില്ലേ കോൺഗ്രസിലെ? കണ്ടില്ലേ കോൺഗ്രസിലെ? ഒരു മനുഷ്യൻ വെയിലും മഴയും തണുപ്പും വെയിലും കൊണ്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയാണ്. പേര് രാഹുൽ ഗാന്ധി. ഭാരത് ജോഡോ ന്യായയാത്ര ഇതിനെതിരെയാണ്. ഈ ഭാരത് ജോഡോ യാത്രയിൽ CAA സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിനെ കുറിച്ച് ഒരു വരി മിണ്ടാൻ രാഹുൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കണ്ടില്ലേ? ജയറാം രമേശാണ് സംസാരിച്ചത്. പ്രവർത്തകർക്ക് മുന്നിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ AICCയുടെ പ്രസിഡന്റ് ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഓടി രക്ഷപ്പെട്ടു. കുറിച്ചു വെച്ചോളൂ, മറുപടി പറഞ്ഞോളൂ. പക്ഷെ അതിന് മുമ്പ് എനിക്ക് രണ്ട് പ്രതികരണം കൂടി പറഞ്ഞോ. ആ രാഹുൽ ഗാന്ധിയിലെ പടവച്ചാണ് തമിഴ്നാട്ടിൽ പോസ്റ്റ് ഇറക്കിയതെന്ന്. യെച്ചൂരി പോലും ഇല്ല അതിനകത്ത്. അവരുടെ പ്രതികരണത്തിന് ശേഷം സാർ പറഞ്ഞോ. അടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ CPM പ്രതിനിധിയാണ്. ഇവിടുത്തെ റേഷൻ വിതരണം ഇന്ന് മാർച്ച് 15 ഇന്നുമായിട്ട് റേഷൻ വിതരണം പാടെ തകർന്നിരിക്കുകയാണ്. റേഷൻ വ്യാപാരികൾക്ക് കമ്മീഷൻ കൊടുത്തിട്ട് 3 മാസമായി. അതിനുള്ള റേഷൻ ഉപഭോക്താക്കൾ, അതായത് ഈ ടെൻഡർ എടുക്കുന്ന ആൾക്കാർ കമ്മീഷൻ കൊടുത്തിട്ട് 3 മാസമായി. അവർ സമരത്തിലാണ്. ഇവിടെ പാവങ്ങളുടെ വിഷയം സംസാരിക്കണം. പാവങ്ങളുടെ ജനങ്ങൾ വിഷയം നടക്കുന്നില്ല. റേഷനിങ് തകർന്നിരിക്കുന്നു. സപ്ലൈകോയിൽ സാധനമില്ല. ഗവൺമെന്റ് ജോലിക്കാർ ശമ്പളമില്ല. ചരിത്രത്തിലെത്തിയ ഗവൺമെന്റ് ജോലി ശമ്പളമൊക്കെ കിട്ടി. ഇപ്പാണ് കിട്ടിയത്. പറഞ്ഞോ. ഈ മണ്ഡലത്തിൽ എത്ര കള്ളവോട്ടം ഉണ്ടെന്നറിയാം. ഈ കള്ളവോട്ടം കൊണ്ട് മാത്രമാണ് ചെയ്യാറുണ്ട് ശരാശരി. ഞാൻ ചെയ്യാറില്ല. എന്റെ ബൂത്തിൽ വരെ 2 വോട്ട് ഉണ്ട്. ഇപ്പുറത്തെ ബൂത്തിലുണ്ട്, ഇപ്പുറത്തെ ബൂത്തിലുണ്ട്. 2 വോട്ട് മാറ്റാൻ പറഞ്ഞിട്ട് ഇതുവരെ മാറ്റിയിട്ടില്ല. പരാതി കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് കള്ളവോട്ട് കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ജയിച്ചു വരുന്നത്. അടൂർ പ്രകാശ് ജയിച്ചത് കള്ളവോട്ട് മാറ്റിയത് പേടിച്ചുപോയി. പറഞ്ഞോ. ഒരൊറ്റ കള്ളവോട്ട് പോലും ഈ മണ്ഡലത്തിലില്ല. ഒരു ന്യായമായ കള്ളവോട്ട് ഇതുവരെ മാറ്റിയിട്ടില്ല. പരാതി കൊടുത്തിട്ടുണ്ട്. മണ്ടത്തരങ്ങൾ വിളിച്ച് പറയരുത്. നിങ്ങൾ അടൂർ പ്രകാശ് MP പറഞ്ഞു 1.5 ലക്ഷം കള്ളവോട്ടുണ്ടെന്ന്. മണ്ടത്തരമല്ലാതെ ഈ കമ്പ്യൂട്ടർ കാലത്തിൽ എനിക്ക് ചോദിക്കാനുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് BJP-യുടെ സുഹൃത്തിനോടാണ്. ഇവിടെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ കണ്ടതാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റിനെ സന്യാസിമാരെ കൊണ്ട് മറ്റുമൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ട് നേരെ തിരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോയത് എവിടെയാണ്? രാമസ്വാമി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പോയി. അതായത് ഈ രാജ്യം ഭരിക്കുന്ന രാജ്യത്തിന്റെ ജാതിക്കും മതത്തിനും അതീതമായി മതേതര രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു വിഭാഗത്തിന്റെ പ്രധാനമന്ത്രി അല്ല, ഈ രാജ്യത്തിന്റെ മുഴുവൻ ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി കോവിൽ ഉദ്ഘാടനം ചെയ്യാനല്ല പോവേണ്ടത്, അന്തസ്സായി പാർലമെന്റ് മണ്ഡലം ഉദ്ഘാടനം. BRM ഷബീറിനോടുകൂടി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഈ അടൂർ പ്രകാശ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മളതായി ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്താണ് അടൂർ പ്രകാശ് എന്ന വ്യക്തിയാണ് ഇവിടെ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇല്ല, ഇവിടെ നാഷണൽ ഹൈവേയുടെ കാര്യം പ്രിയപ്പെട്ട BRM ഷബീർ നാഷണൽ ഹൈവേയുടെ കാര്യം പറഞ്ഞു. ഈ നാഷണൽ ഹൈവേ ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി ആർജവമുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിലുള്ളതിന്റെ ഭാഗമായിട്ട് സ്ഥലമെടുത്ത് 795 കോടിയല്ല, കൊല്ലം മുതൽ കണ്ണൂർ വരെ ഈ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് 5600 കോടി കൊടുത്തത് ആർജവമുള്ള കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണെന്നുള്ള ഏതൊരു സുഹൃത്ത് വന്നത് പച്ചക്കള്ളം. ശരി, പെട്ടെന്ന് പ്രതികരിക്കണം. ഇനി ബാക്കി പാനലിസ്റ്റിലേക്ക് പോകണം. പറഞ്ഞോളൂ. 3 കാര്യം ഒറ്റ കാര്യം ചോദിക്കാം ആദ്യം, പിന്നെ ബാക്കി വരാം. ചോദിക്കൂ. കോൺഗ്രസ് പ്രതിയോടും BJP-യുടെ പ്രതിയോടും ചോദിക്കുന്നത്, കുറച്ചു നേരം കൊണ്ട് ഈ പെൻഷൻ കൊടുത്തില്ല, പിന്നെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തില്ല, ഇതെല്ലാം കൊടുത്തു. പെൻഷൻ 3 മാസത്തേക്ക് കൊടുക്കാനുള്ള ഓർഡറുമായിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞുതരാം, ഈ പൈസ ഈ കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ള ആനുകൂല്യങ്ങള് കൊടുക്കേണ്ട സാഹചര്യങ്ങളിൽ സംസ്ഥാനത്തിന് ആ വിഹിതം കൊടുക്കാത്തതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അത് മാത്രമല്ല, ഭക്ഷ്യ കാര്യം പറയുകയാണെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം
ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീമിൽ നിന്ന് FCIയുടെ ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീമിൽ നിന്ന് അരി കൊടുക്കാത്തത് എന്തുകൊണ്ട്? അരി അല്ലെ, കൊടുക്കാനായിട്ട് ചോദ്യം വ്യക്തമാണ്. ചേട്ടാ സംസാരിക്കുന്നത് മൈക്കില്ലെങ്കിൽ ചേട്ടൻ സംസാരിക്കല്ലേ? ഒന്ന് പുറത്തേക്കണേ. ഒരു നിമിഷം. ഇനി നമുക്ക് ബാലൻസിൽ പോകുന്നു. പെട്ടെന്ന് ആരോടാ ചോദ്യം? എനിക്ക് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പില് NDA പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നരേന്ദ്രമോദി ഉയർത്തി കാണിക്കും. CPMന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? പെട്ടെന്ന് ഈ കേരളത്തില് കലാലയങ്ങളെയും പ്രൊഫഷണൽ കോളേജുകളെയും ഗുണ്ടാ രാഷ്ട്രീയം നടത്തി ഇവിടെ ജീവൻ ബലി കൊടുക്കേണ്ടുന്ന സിദ്ധാർത്ഥ്, അതേപോലെ തന്നെ കലാലയ രാഷ്ട്രീയങ്ങളിൽ കലോത്സവങ്ങളെയും അതേപോലെ തന്നെ SFI കലാപോത്സവങ്ങൾ മാറ്റി പൂത്തട്ട അവർക്കെതിരെ CPMന് എന്താണ് പറയാനുള്ളത്? കൂടെ പഠിക്കുന്നത്. ശരി. ഒറ്റ ചോദ്യം കൂടി പെട്ടെന്ന് ക്യൂക്ക്. രണ്ട് CPMന്റെയും BJPയുടെയും പ്രതിനിധികളാണ്. നിങ്ങൾക്ക് നാളിതുവരെ ഇവിടുത്തെ വികസനത്തെ പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. മതം, അതിനപ്പുറത്തേക്ക് ജാതി, അതിനപ്പുറത്തേക്ക് കലാപം, അമ്പലം, ക്ഷേത്രം, പള്ളി, ഇതിനപ്പുറത്തേക്ക് BJPയെ സംബന്ധിച്ചിടത്തോളം വികസനം പറയാൻ കഴിഞ്ഞിട്ടില്ല. അവര് പറയണ്ടേ? രാഷ്ട്രീയം പറയുമ്പോൾ സ്വാഭാവികമായി ഒന്നുകൂടി CPMന്റെ പ്രതിനിധിയോട് ഇവിടെയുള്ള MLA ഞങ്ങൾക്കൊന്ന് കാട്ടിത്തരണം. കാരണം ഇവിടുത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഓഫീസ് ഇവിടെ നിന്ന് ഒരു 150 മീറ്റർ അപ്പുറത്തേക്കാണ്. അവിടുത്തെ സിവിൽ സപ്ലൈസിനകത്തൊന്ന് ചെന്നിട്ട് നിങ്ങളൊന്ന് പരിശോധിക്കണം. നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് അതിനകത്ത് പാറ്റയും മൂട്ടയും പല്ലിയും അല്ലാതെ പിന്നെ അതിനകത്ത് ജീവനക്കാരും അല്ലാതെ അദ്ദേഹത്തിന്റെ ഓഫീസ് തൊട്ടടുത്താണ്. അദ്ദേഹത്തെ ഈ ഇലക്ഷനുമായെങ്കിലും ബന്ധപ്പെട്ട് ദയവായി പ്രിയ സുഹൃത്തുക്കള് ഇലക്ഷനുമായെങ്കിലും ബന്ധപ്പെടുത്തി ബംഗാട് ഈ പ്രദേശം ഭക്ഷ്യവകുപ്പ് മന്ത്രിയെ കണ്ടെത്താനുള്ള അവസരം ഉണ്ടാകും. ഭക്ഷ്യവകുപ്പ് മന്ത്രിയെ കണ്ടവരുണ്ടോ എന്നതാണ് ചോദ്യം. താങ്കളിൽ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് BR ഷഫീറിൽ തുടങ്ങണം. BR ഷഫീർ നേരത്തെ ഉന്നയിച്ച ചോദ്യത്തിനടക്കം CA വിഷയത്തിനടക്കമുള്ള മറുപടി. ഒന്നാമത്തെ കാര്യം, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പിണറായി വിജയൻ മുതൽ ഇവിടെ വന്ന് നിൽക്കുന്ന സഖാവ് വരെ ഒറ്റ നൂരിൽ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇത് ഇവരൊക്കെ വിചാരിക്കുന്നത് ഇവരെല്ലാം കൈരളി TVയും അല്ലെങ്കിൽ ദേശാഭിമാനി മാത്രം വായിക്കുന്നവരെന്നാ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവരുടെ ഇവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി MLA ആണ്. ഇദ്ദേഹം MP ആണ്. NRC സമരം നടക്കുന്ന സന്ദർഭത്തിൽ കടമ്പാട്ട് കോണം മുതൽ ഇങ്ങ് കണിയാപുരം വരെ 22 കിലോമീറ്റർ ദൂരം NRCയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങളുടെ പൗരത്വ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 22 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച നേതാവാണ്, അഥവാ കാൽനട പദയാത്ര നടത്തിയ നേതാവാണ് ശ്രീ അടൂർ പ്രകാശ്. നിങ്ങളുടെ ജോയി 1 കിലോമീറ്റർ പോയിട്ട് 10 ചുവട് NRCയുടെ പേരിൽ, ന്യൂനപക്ഷത്തിന്റെ പേരിൽ നടന്നിട്ടതായിട്ട് പറയാൻ പറ്റുമോ? നടന്നിട്ടുണ്ടോ സുരേഷ്? നേരിട്ടുള്ള ചോദ്യം. നടന്നിട്ടില്ല. NRCയുടെ പേരിൽ നടന്നിട്ടുണ്ടോ? NRCയുടെ പേരിൽ 1 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. വല്ല ചെറിയ കീഴിലായിരിക്കും. ഈ രാജ്യത്തെ നടന്നിട്ടില്ല. ഇല്ല. NRCയുടെ പേരിൽ ഇന്ന് വീണ്ടും വേറൊരു കള്ളം പറഞ്ഞു. എന്നറിയോ? നിങ്ങളുടെ നേതാവ് സംസാരിക്കട്ടെ, പറഞ്ഞോട്ടെ. NRCയുടെ പേരിൽ കേരളത്തിൽ എടുത്തിട്ടുള്ള കേസുകൾ 835 കേസാണ്. ഇന്നിപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി വേറൊരു കള്ളം പറഞ്ഞു. കേസുകളെല്ലാം പിൻവലിച്ചു. ഞങ്ങൾ രേഖകൾ പരിശോധിച്ചു. രേഖകൾ പരിശോധിച്ചപ്പോൾ ആകെ പിൻവലിക്കാൻ തീരുമാനിക്കപ്പെട്ടതുമായ കേസുകൾ 59 എണ്ണമാണ്. NRCയുടെ പേരിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ തെരുവിലിറക്കി ആ സമരത്തിന് എല്ലാ ഇന്ധനവും പ്രചോദനവും കൊടുത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പേരിൽ നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജയിച്ചു വന്ന ഇടതുപക്ഷം ആ NRCയുടെ കേസുകൾ പിൻവലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ആസാം കഴിഞ്ഞാൽ അരുൺകുമാർ അറിയോ, ഈ പൗരത്വമില്ലാത്ത പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളെ കൊണ്ട് തള്ളാൻ വേണ്ടി തടങ്കൽ പാളയം ഉണ്ടാക്കിയ സ്ഥലം ഏതാണെന്നറിയോ? കേരളത്തിലെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കൊല്ലം ജില്ലയിലെ കൊട്ടിയത്താണ്. കൊല്ലം കൊട്ടിയത്താണ്. ഞാൻ ആ സ്ഥലത്ത് പോയി കണ്ടതാണ്. കൊട്ടിയത്ത് അങ്ങനെ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. താങ്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ അരുൺകുമാർ എന്റെ കൂടെ വന്നാൽ ഇതൊരു ചലഞ്ച് ആയിട്ടുള്ള ഒരു നിമിഷം പറയട്ടെ. അരുൺകുമാർ എന്റെ കൂടെ വന്നാൽ ആ സ്ഥലത്ത് ഉയർന്നിരിക്കുന്ന തടങ്കൽ പാളയത്തിന്റെ നിർമ്മാണം ഈ രണ്ട് കണ്ടുകൊണ്ടിട്ടോ കൊട്ടിയത്ത് നിന്നും കിഴക്ക് ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ തടങ്കൽ പാളയം ഉയർത്തിയ നേതാവ് പിണറായി വിജയനാണ്. BJP പ്രവർത്തകർ താങ്കളുടെ പരിചയത്തിൽ ഇങ്ങനെയുണ്ടോ? NRC നടപ്പാക്കാൻ വന്നിട്ടുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രി വലിയൊരു മുൻകരുതലുകൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള വസ്തുത. തടങ്കൽ പാളയം പോലുള്ള ഇത്തരത്തിലുള്ള
അങ്ങനെയാണ് ഞങ്ങളുടെ തടങ്കൽ പാളയം തുടങ്ങിയില്ലല്ലോ. സമയം താങ്കൾക്ക് തരാം. എനിക്ക് ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു തടങ്കൽ പാളയം തുടങ്ങിയോ ഇല്ലയോ? ഉണ്ടോ? തടങ്കൽ പാളയം ഇല്ല. കൊല്ലത്ത് തടങ്കൽ പാളയം കെട്ടിയ നേതാവിന്റെ പേര് പിണറായി വിജയനാണ്. ഞാൻ എന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കും. അരുൺകുമാറിന്റെ മുമ്പിൽ എഴുതി പറഞ്ഞു അവസാനിപ്പിക്കും. ഉറപ്പാണോ? ഞാൻ പറയാം. അതായത് NRC-യുമായി ബന്ധപ്പെട്ട് പൗരത്വമായി ബന്ധപ്പെട്ട തടങ്കൽ പാളയം ഇല്ല എന്ന് തെളിയിച്ചാൽ ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. തടങ്കൽ പാളയം ഇല്ല എന്ന് അരുൺകുമാർ തെളിയിച്ചാൽ ഞാൻ എന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കും. കാരണം എനിക്ക് തീർന്നില്ല. അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം രാജ്യത്തിന് അനുഗതമായി നൈജീരിയക്കാരെ ഇപ്പൊ താമസിച്ചിട്ടുണ്ട്. അവരെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഒന്നും അറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രേ ഉള്ളൂ. ഒരു നിമിഷം സാർ, മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. അനധികൃതമായി ഇന്ത്യയിലുള്ള വിദേശികളെ തടങ്കലിൽ പാർപ്പിക്കാനുള്ളതല്ല NRC. NRC-യുമായി ബന്ധപ്പെട്ടോ? ഈ അനധികൃത വിദേശികളെ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് വർഷങ്ങളായി താമസിക്കുകയും ഇപ്പോ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വർഷങ്ങളായിട്ട് കുടിയേറി പാർക്കുകയും ഇവിടെ പിന്നെ ആണല്ലോ ഇവിടുത്തെ പൗരത്തിന്റെ പ്രശ്നം. അല്ലല്ല, NRC അതല്ല സാർ. NRC വേറെ. ഈ വർഗീയ സംഘർഷവും വർഗീയപരമായ വിദ്വേഷം ഉണ്ടാക്കേണ്ട ഹോം മിനിസ്റ്റർ ആണ് പറഞ്ഞത്, അമിത്ഷായാണ് പറഞ്ഞത് ഇന്ത്യയിൽ കൊണ്ടുവരും. ആവർത്തിച്ച് പറയുന്നു, പൗരത്വം നിഷേധിക്കപ്പെട്ടതിന്റെയോ പൗരത്വത്തിന്റെ തർക്കത്തിന്റെ പേരിലോ പൗരത്വത്തിന്റെ പേരിൽ വിദേശത്ത് നിന്ന് വരുന്നവരുടെയോ സ്വദേശത്ത് നിന്ന് തന്നെ പുറത്തേക്ക് തള്ളപ്പെടാൻ വേണ്ടി ലിസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ ഉൾപ്പെടെയുള്ളവരുടെ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തടങ്കൽ പാളയം ആസാം NRC ആണോ എന്നതാണ് എന്റെ ചോദ്യം. NRC-യും അതിനകത്താണ്. പക്ഷേ NRC അല്ല NRC ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പൗരത്വ പ്രശ്നത്തിലെ തടങ്കൽ പാളയം കൊല്ലത്ത് കൊട്ടിയം ജംഗ്ഷൻ എന്നല്ല ഞാൻ പറഞ്ഞത്. കൊട്ടിയത്ത് സ്ഥാപിച്ച നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. മൂന്നാമത്തെ കാര്യം ഇവിടെ ഈ പൗരത്വ രജിസ്റ്റർ NPR, നിങ്ങൾക്കറിയോ ഇലക്ട്രിസിറ്റി ഓഫീസുകളിൽ കണക്ഷന് വേണ്ടിയിട്ട് ഓരോ റെക്കോർഡുകൾ കൊടുക്കാറുണ്ട്. ആ കൊടുക്കുന്ന റെക്കോർഡുകൾ ഞങ്ങളുടെ ഭരണകാലത്ത് ഒരിക്കലും പൗരത്വ രജിസ്റ്റർ പുതുതായിട്ടുണ്ടാക്കില്ല, NPR ഉണ്ടാക്കില്ല എന്ന് വാഗ്ദാനം നടത്തിയ പിണറായി വിജയൻ, നിങ്ങൾക്കറിയാം ഗവൺമെന്റ് ഉത്തരവ് മുഖാന്തരം KSFയിലെ പുതിയ കണക്ഷന് വേണ്ടിയിട്ട് ഹാജരാക്കാവുന്ന ഡോക്യുമെന്റുകളുടെ കൂട്ടത്തിൽ NPR കൂടി അഡീഷണൽ ആയിട്ട് ചേർത്ത് വെച്ച നേതാവാണ്. KSEBയിൽ NPR ആസാമിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ ആസാമിലല്ല. ഈ KSEBയിൽ പുതിയ കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടി ഹാജരാക്കാവുന്ന പിന്നെ ഡോക്യുമെന്റുകളിൽ ഒരെണ്ണം NPR രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ആസാമിലെ വിഷയമല്ല, പൗരത്വത്തിൽ പുതുതായി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന രജിസ്റ്ററിൽ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് ഓർഡർ ഇറക്കി. മീഡിയ ഉൾപ്പെടെയുള്ള ചാനലുകൾ അത് ചർച്ചയ്ക്ക് വെച്ചു. കേക്കൂ, പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് പുതിയ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പുതിയ ഡീറ്റെയിൽസുകളൊന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ തന്നെയാണ് പുതിയ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട NPR രജിസ്റ്റർ അത്രമാത്രം ന്യൂനപക്ഷ വിരുദ്ധ ചിന്താഗതി പേറുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ എന്നുള്ളതാണ് ഗൗരവം. എന്തോ ഒന്നുകൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. നേരത്തെ നിങ്ങൾ ചോദിച്ചല്ലോ കൊല്ലത്ത് കൊട്ടിയത്ത് എവിടെയെന്ന്, മയ്യനാടാണ് കേട്ടോ. എന്താ ഇത് കേട്ടോ, അല്ലല്ല ചാനലല്ല, ആ സംഭവം പറയണം, ഡീറ്റെയിൽസ് പറയണം. അവിടെ കൊല്ലത്തിന്റെ MP ഉൾപ്പെടെയുള്ളവർ പോയി കൊല്ലത്തിന്റെ MP പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പോയി ആ തടങ്കൽ പാളയവുമായി ബന്ധപ്പെട്ട നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യപ്പെടുന്ന പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ് നയം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വീഡിയോ. എന്റെ സംശയം അതല്ല, നിലവിൽ NPR കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. ആസാം എന്ന സംസ്ഥാനത്തിന് പുറത്ത് മറ്റൊരു സംസ്ഥാനത്തും NPR കൊണ്ടുവന്നിട്ടില്ല. ആ NPR കൊണ്ടുവരുന്നതിന് മുമ്പ് ഏതു വകുപ്പിൽ ഏതു ചട്ടപ്രകാരം? അതാണ് ചോദ്യം. അതാണ് ഞങ്ങളുടെ ചോദ്യം. NK പ്രേമേന്ദ്രൻ സ്ഥലത്ത് പോയി ചോദിച്ചത്രയാണ്. NRC നടപ്പിലാക്കിയിട്ടില്ല, NPR വന്നിട്ടില്ല, പൗരത്വ രജിസ്റ്റർ പുതുതായിട്ട് നിങ്ങൾ. എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുമ്പോൾ അത് ഈ NRC വെച്ചിട്ടോ NPR വെച്ചിട്ടോ ആണ് അവിടെയാണ് പ്രശ്നം. എന്നിട്ട് പോലും അമിത്ഷായെ തൃപ്തിപ്പെടുത്താൻ
തടങ്കൽ പാളയം ഇന്ത്യ രാജ്യത്ത് ആസാം കഴിഞ്ഞാൽ രണ്ടാമത്തെ തടങ്കൽ പാളയം കൊല്ലം ജില്ലയിലെ ഇതൊരു പ്രശ്നം വയനാട് സ്ഥാപിച്ചു എന്നുള്ള അതിനൊരു കാര്യമാണ് ഞാൻ രേഖയില്ല നമ്മുടെ കയ്യിൽ. No, no, അങ്ങനെ പറയരുത്. രേഖ എവിടെ? രേഖ ഇപ്പൊ ഞാൻ എടുത്തോണ്ട് അവിടെ പോയി കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞത് അരുൺകുമാർ ഒരു പത്രപ്രവർത്തനാണല്ലോ. അതെ അതെ. അരുൺകുമാർ എന്റെ അറിവിൽ NPR ഓ NRC യോ നടപ്പാക്കാൻ ഒരു ജയിലും കേരളത്തിലില്ല. ഞാനൊരു മിനിറ്റ്. കേരളത്തിൽ എന്നല്ല ഒറ്റ ചോദ്യം. പിണറായി വിജയൻ സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. ഒരു തർക്കമില്ല. കൊല്ലത്ത് അവരുടെ മയ്യനാട് തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ? മയ്യനാട് തടങ്കൽ പാളയം ഉണ്ടോ ഇല്ലയോ? NRC ഇല്ല എന്നതാണ് എന്റെ പക്ഷം. ഞാൻ പറയുന്നു കൊല്ലത്ത് മയ്യനാട് തടങ്കൽ പാളയം പണി തുടങ്ങിക്കഴിഞ്ഞു, നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുക. ശരി സുരേഷ് കുമാർ, അടുത്ത കാര്യം. വളരെ ഗുരുതരമായ കാര്യമാണ്. ഞാൻ ഈ ചർച്ചയിൽ അദ്ദേഹം ഉന്നയിച്ച മുഖ്യമന്ത്രിയുമായി കണക്ട് ചെയ്ത് ഒരു വാചകം അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞ് ഞാൻ തുടങ്ങാം. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് കള്ളം പറയുന്നതിനെ സംബന്ധിച്ചാണ്. കള്ളം പറയുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും വേണ്ടി മാത്രമാണ് കഴിഞ്ഞ കുറച്ച് കാലമായി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വാ തുറക്കുന്നത്. അല്ല, വ്യക്തിപരമായ കാര്യം വിടൂ. വ്യക്തിപരമായിട്ട് എന്നെ വ്യക്തിപരമായി വിഷയത്തിലാണ്. വ്യക്തിപരമായ അധിക്ഷേപം നടത്താനാണ് ഭാവമെങ്കിൽ അല്ലല്ല, എന്നെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. എന്താണ് സാർ ഇത്? നിങ്ങൾ ഉള്ളിലേക്ക് പോ. നിങ്ങൾ പളവയ്ക്കല്ലേ? ഉള്ളിലേക്ക് പോ. എന്നെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ഈ നിൽക്കുന്ന CPM-നെ പ്രതിനിധീകരിച്ച് വരുന്ന ആളും ഉള്ളിലേക്ക് നിൽക്കേ. നിങ്ങൾ പറഞ്ഞോ. CPM-നെ പ്രതിനിധീകരിച്ച് വരുന്ന ആളും കള്ളം പറയാൻ വേണ്ടി മാത്രം വന്നതെന്നുള്ള വ്യക്തിപരമായ പരാമർശത്തിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. മാണിക് സർക്കാരിന് ജനിക്കാത്ത മക്കളെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് BJP-യിൽ ചേർത്ത നേതാവാണ് അദ്ദേഹം. മാണിക് സർക്കാർ, ത്രിപുരയുടെ മുൻ മുഖ്യമന്ത്രി മാണിക്. ഒരുപാട് ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ഒരു നിമിഷം. നമ്മളൊരു ചെറിയ ഇടവേളയ്ക്ക് പോകുന്നു. ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരാം. കുരുക്ഷേത്രം തുടരുന്നു. ചൂടേറിയ സംവാദമാണ്. ഇടയ്ക്ക് ചെറിയ കുസൃതികളൊക്കെ ഉണ്ടാവും, അത്ര കണക്കാക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ BR ഷഫീലിലേക്ക് വന്നാൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇത്ര നേരം ഏകദേശം താങ്കൾക്ക് സമയം തരും തീർച്ചയായും. വിശ്വസിക്കാമെന്നെ. ഇത് എന്റെ ഗ്യാരണ്ടി. ചർച്ച അത് 1 മണിക്കൂറേ ചർച്ച ഉള്ളൂ. താങ്കളുടെ ഗ്യാരണ്ടി അല്ല, 1 മണിക്കൂറുള്ള ചർച്ച. പ്രധാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അതിനെ കണക്ട് ചെയ്ത് എന്നെ സംബന്ധിച്ച് വന്ന ഒരു വാചകത്തിനുള്ള വ്യക്തിപരമായ കാര്യം പൊളിറ്റിക്സിലേക്ക് വരൂ. 1-2 ദിവസങ്ങൾക്ക് മുമ്പ് മണിക് സർക്കാരിന്റെ ത്രിപുര മുഖ്യമന്ത്രി അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ഇവിടെ ഉന്നയിച്ച 3/4 ഭാഗം ആരോപണങ്ങളും പച്ചക്കള്ളമാണ്. ഇപ്പൊ സിവിൽ സപ്ലൈസിൽ സാധനമില്ലാത്തത് പച്ചക്കള്ളമാണോ? സിവിൽ സപ്ലൈസിൽ സാധനം ഇപ്പോ എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പരിശോധനയാണ് നാം നടത്തേണ്ടത്. ഞാൻ പറയട്ടെ 2 ദിവസങ്ങൾക്ക് മുമ്പേ ഇവിടെ പെൻഷനെ കുറിച്ചായിരുന്നു ആരോപണം. ഇപ്പൊ 3 മാസത്തെ പെൻഷൻ ഈ ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്തിക്കുകയാണ്. പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ കൊടുക്കുന്നത് ഓരോ അങ്ങയുടെ ഊഴത്തിൽ സംസാരിക്കൂ സാർ. ഊഴമുണ്ട് സാർ. അങ്ങ് മോദിയുടെ ഇവിടെ CAA കുറിച്ച് പറഞ്ഞു. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇല്ലാത്ത കഥ പെരിപ്പിച്ച് കാണിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യമായി എന്റെ എതിരാളികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. UDF-നെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നയാള്, BJP-യെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നയാള് സംസാരിക്കാൻ അനുവദിക്കാതെ ആദ്യം വ്യക്തിപരമായി ഇങ്ങോട്ട് ആരോപണം ഉന്നയിക്കുക, തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ കയ്യൊക്കെ കാണിക്കുക. അങ്ങനെയൊന്നും വരണ്ടു പോകുന്ന ആളുകളല്ല. അങ്ങനെയൊന്നും വരണ്ടു പോകില്ല. പറയാനുള്ളത് കൃത്യമായി പറഞ്ഞിട്ടേ പോകുള്ളൂ. ഇവിടെ ഇപ്പൊ പറഞ്ഞു മയ്യനാട് ഒരു ഷെൽട്ടർ ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വയോധികരെ താമസിപ്പിക്കുന്നതിന് വേണ്ടി ഷെൽട്ടർ ഉണ്ടാക്കിയതിന് അത് വിദേശികളായിക്കൊള്ളട്ടെ. അവിടെ CAA-യുടെ അല്ലെങ്കിൽ NIA-യുമായി ബന്ധപ്പെട്ട് തടങ്കൽ പാളയമാണോ നിർമ്മിച്ചിട്ടുള്ളത്? താങ്കൾ പറയണം അതിന്റെ വസ്തുത. ഇവിടെ ഒരു കള്ളം 100 തവണ പറഞ്ഞ് സത്യമായി തീർക്കുന്ന ഗീബൽസിന്റെ തന്ത്രം കുറച്ച് സമയമായി മറുപടി വന്നു. അങ്ങനെ NPR-യുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ശേഖരിക്കുന്നില്ല. അത് തന്നെയാണ് ഓരോ കാര്യത്തിലും ഉള്ളത്. ഇവിടുത്തെ പ്രശ്നം
BJP സർക്കാരിനേക്കാൾ ആവേശത്തോടുകൂടി CAA കേരളത്തിൽ നടപ്പിലാക്കാൻ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയാണ് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം എല്ലാ വസ്തുതയാണ്. പക്ഷേ യൂണിയൻ ടെറിട്ടറി പെടുന്ന കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ജുഡീഷ്യൽ റിവ്യൂയിലൂടെ ചലഞ്ച് ചെയ്യാൻ കഴിയാമെന്നുള്ളത് പ്രതിപക്ഷ നേതാവിന് അറിയാവുന്നതുകൊണ്ടാണോ? പ്രതിപക്ഷ നേതാവിന് അറിയാവുന്നതുകൊണ്ടാണോ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരാളിനെയും ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ അടിസ്ഥാനത്തിൽ വേർതിരിക്കലെന്ന് പറയുന്ന അടിസ്ഥാന തത്വത്തിനെതിരായി ഇവിടെ CAA പാസ്സാക്കുമ്പോൾ, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് പാസ്സാക്കുമ്പോൾ ഇവിടെ നിന്ന് കൂകി വിളിക്കുന്നത് പോലെ BJPക്ക് കൂകി വിളിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഉദ്യമമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ വ്യക്തമാണ്. ഇനി താങ്കളുടെ ഊഴമാണ്. ചോദിച്ചാൽ മറുപടി കൂടി പറയണം. ഒന്ന് പറഞ്ഞിട്ട് അടികൂടുമ്പോ പാരസാരം കഴിയുമ്പോഴും മഞ്ചോസരം കഴിയുമ്പോഴും നിങ്ങൾ ഒരുമിച്ച് പോയി കൈയോർത്താൻ പോകുന്നവരാണ് ഈ അടികൂടുന്നത്. ശരി, ഒന്ന് രണ്ട് കാര്യങ്ങൾ നേരത്തെ ബഹുമാനപ്പെട്ട ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ചോദിച്ച ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ അതിന് ഉത്തരം പറയാതെ പോകാൻ പറ്റില്ല. ഒന്ന്, രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാർ എന്ത് വികസനമാണ് നടപ്പിലാക്കിയത്? ആ വികസനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാർ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി വോട്ട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞോട്ടെ, പാവപ്പെട്ടവന് കയറി കിടക്കാനുള്ള ആവാസ് യോജന പദ്ധതി ഈ രാജ്യം നടപ്പിലാക്കിയ സർക്കാരിന്റെ പേര് നരേന്ദ്രമോദി സർക്കാർ എന്നാണ്. പാവപ്പെട്ടവനും ഞാനൊന്ന് പറഞ്ഞോട്ടെ സുഹൃത്തെ, രാജ്യത്തെ പാവപ്പെട്ടവന്റെ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിച്ച സർക്കാരിന്റെ പേര് ജൽജീവൻ മിഷൻ. ആ പദ്ധതി നടപ്പിലാക്കിയ സർക്കാരിന്റെ പേര് നരേന്ദ്രമോദി സർക്കാർ എന്നാണ്. പാവപ്പെട്ടവന്റെ വീടുകളിൽ ഇൻഷുറൻസ് പരിരക്ഷ കൊടുത്ത ആയുഷ്മാൻ ഭാരത് കൊടുത്ത സർക്കാരിന്റെ പേര് നരേന്ദ്രമോദി സർക്കാർ എന്നാണ്. എണ്ണി പറഞ്ഞാൽ ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ ഇവിടുത്തെ രണ്ട് മുന്നണികളും ബഹുമാനപ്പെട്ട കോൺഗ്രസിന് ജനപ്രതിനിധി NRCയുടെ കാര്യം പറഞ്ഞു. ഇന്ത്യൻ പാർലമെന്റില് NRCയുടെ ചർച്ച പോലും വരാത്തൊരു വിഷയത്തിൽ ഇവർ രണ്ടുപേരും ഉന്നം വെക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആരുടെ വോട്ട് ബാങ്കാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ പച്ചയായ വർഗീയത. NRCയുടെ പേര് ജാതി സെൻസസ് പറയുന്ന ഇവിടുത്തെ രണ്ട് മുന്നണികൾ, ജാതി സെൻസസ് പറയുന്നവർ ജാതി ചോദിക്കരുത്, ജാതിയെ കുറിച്ച് വിവേചനം ഉണ്ടാകരുത് എന്ന് പറയുന്ന ആൾക്കാർ ജാതി സെൻസസിന് വേണ്ടി പോരാടുന്നു. മണിപ്പൂർ വിഷയം BJPയോ കോൺഗ്രസോ അല്ല, അത് അവിടുത്തെ വിഭാഗങ്ങൾ, ഒരു വിഭാഗങ്ങൾ തമ്മിലുള്ള സുഹൃത്തെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, രാജ്യത്തെ മണിപ്പൂർ വിഷയം വിഭാഗങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. അതിനെ ഒരിക്കലും വേറെ തരത്തിലാക്കി വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള പൊറോട്ട് നാടകങ്ങൾ ഒരു കാര്യം കഴിയും. പിന്നെ CAA ബില്ല് ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങളുടെ ചർച്ച ആവശ്യമില്ലാത്ത ചർച്ചയാണ്. ഇന്ത്യയിൽ പൗരത്വമുള്ള, ഇന്ത്യയിൽ ജനിച്ച രേഖകളുള്ള ഒരാളിനെ സംബന്ധിച്ച് ഈ നിയമം ഇന്ത്യൻ പൗരന് ഒരു പ്രശ്നവുമില്ല, മറിച്ച് ഇതിനെ കുറിച്ച് ഇല്ലാത്ത വ്യാജ പ്രചരണം നടത്തി വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടുത്തെ ബഹുമാനപ്പെട്ട മതന്യൂനപക്ഷങ്ങളെ ഈ കേരളത്തിലെ രണ്ട് മുന്നണികളും ഒറ്റ ചോദ്യം, രണ്ടുപേർ അടികൂടുന്നുണ്ടല്ലോ. ഈ രാജ്യത്തെ നരേന്ദ്രമോദിയുടെ സർക്കാർ 2024 അധികാരത്തിൽ വരുമെന്ന് ഇവർക്കൊക്കെ അറിയാം. ഒറ്റ ചോദ്യം വരില്ല എങ്കിൽ ഈ രണ്ട് മുന്നണികളെയും കൈകോർത്ത് ഇവിടെ രണ്ടായിട്ട് മത്സരിക്കേണ്ട കാര്യമല്ല. ഇവർ ഇന്ത്യ മുന്നണിയുടെ ആൾക്കാരാണല്ലോ. ഒരാൾ മത്സരിക്കട്ടെ. രാജ്യത്തെ 543 പാർലമെന്റ് സീറ്റിൽ മത്സരിക്കുമ്പോ ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും ഒക്കെ ഇന്ന് രാജ്യത്ത് ഭരണം പിടിക്കാൻ പോകുമ്പോ വസ്തുത മനസ്സിലാക്കി, ഇവിടുത്തെ പ്രബുദ്ധരായ യുവാക്കളാണ്, പത്രം വായിക്കുന്നവരാണ്, ദേശാഭിമാനിയും വീക്ഷണവുമല്ല, രാജ്യത്ത് വേറെയും പത്രങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി പഠിച്ച് രാഷ്ട്രീയ വിദ്യാർത്ഥികളായി മാറണമെന്ന് മാത്രമേ പറയാനുള്ളൂ. 543 പാർലമെന്റ് മണ്ഡലത്തിലേക്കാണ് മത്സരം. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടാണ്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, അതിനകത്ത് വേറെ ഒന്നുമില്ല. 543 പാർലമെന്റ് സീറ്റുകളുള്ള ഇന്ത്യയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇദ്ദേഹം പ്രതിനിധീകരിക്കുന്ന അരിവാൾ ചുറ്റിക നക്ഷത്രവും താമരയും നേർക്കുനേർ മത്സരിക്കുന്ന ഒരു മണ്ഡലം ഈ ഇന്ത്യ രാജ്യത്തുണ്ടോ?
ഞാൻ തിരിച്ചൊരു ചോദ്യം. ഇന്ത്യ രാജ്യത്തുണ്ടോ? രാഹുൽ ഗാന്ധി എന്നാൽ വയനാട്ടിൽ മത്സരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഒരു മിനിറ്റ്, വയനാട്ടിൽ ബി ജെ പി ഇല്ലേ? ആരാ ബി ജെ പി? വയനാട്ടിൽ BJP സ്ഥാനാർത്ഥി ആരാ? ഒരു മിനിറ്റ്. വയനാട്ടിലെ BJP സ്ഥാനാർത്ഥി ആരാണ്? അരുണിന്റെ ഈ വാദം ശരിയാണെങ്കിൽ വയനാട്ടിലെ MP ആയി മത്സരിച്ച് ജയിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥി ഇടാനുള്ള മര്യാദയിലെ അവർ കാണിക്കേണ്ടത്. ഇവരല്ലേ കൊണ്ടുവന്ന് കേരളത്തിൽ നിന്നുള്ള വനിതയാണ്. ഒരു കാര്യം കൂടി. ഞാനിവിടെ നിൽക്കുന്ന സിദ്ധാർത്ഥന്റെ വീട്ടിന്റെ മുറ്റത്താണ്. രാഹുൽ ഗാന്ധിക്ക് അല്ല, അതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ. നെടുമങ്ങാട് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന ആളല്ലേ? ഒരു നിമിഷം. ഓഡിയൻസ് റിയാക്ഷൻ എടുത്തിട്ട് വരാം. ഓഡിയൻസ് റിയാക്ഷൻ അല്ലെങ്കിൽ അവർക്ക് സമയം കിട്ടില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് തിരിച്ചു വരാം. ഞാൻ നെടുമങ്ങാടത്തിന് ഇഷ്യൂ ആണ് ഉയർത്തുന്നത്. സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ അരുൺകുമാർ ഒളിച്ചോടരുത്. ഞാൻ വരും. സിദ്ധാർത്ഥന്റെ കട്ടച്ചോരയിൽ നിന്ന് ഒളിച്ചോടരുത്. തീർച്ചയായിട്ടും വരും. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന്റെ കട്ടച്ചോരയിൽ നിന്ന് ഒളിച്ചോടരുത്. നിങ്ങൾ എനിക്ക് പറയാനുള്ളത് ആദ്യം ഈ ഇന്ത്യൻ മുന്നണികളുടെ നമ്മൾ വികസന കാര്യമാണ് ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ ആകെ സിയുടെ ഇതിനാണ് പോയത്. 10-40 വർഷങ്ങൾക്ക് മുമ്പേ ഒരു സർവേ നടന്നു. റെയിൽവേ, മലയോര റെയിൽവേ, അതായത് ചെങ്കോട്ട തിരുവനന്തപുരം നെടുമങ്ങാട് വഴി ഇതുവരെ അയച്ചും, അതായത് 75 വർഷം കൊണ്ട് മാറി മാറി ഇവിടെ വന്ന MP-മാര് എന്ത് ചെയ്തു? അത് മറുപടി വേണം. ഞാൻ മറുപടി വരാം. ചോദ്യം കുറിച്ച് വെച്ചോ. ഇവിടെ പെട്ടെന്ന് ചോദിക്കുന്നത്. കോൺഗ്രസിന്റെ നിരവധിയായിട്ടുള്ള PCC പ്രസിഡന്റുമാരും നിരവധിയായിട്ടുള്ള ആൾക്കാരും BJP-യിലേക്ക് പോയി. ഈ അടൂർ പ്രകാശ് അവിടെ പോയാൽ BJP-യിൽ പോവില്ല എന്ന് നമുക്ക് എന്താണ് ഉറപ്പ്? ഒരു ചോദ്യം കൂടി. അടൂർ പ്രകാശ് പാർലമെന്റിൽ അവതരിപ്പിച്ച പ്രൈവറ്റ് ബില്ലുകളുടെ എണ്ണം കൂടി ഒന്ന് പറയണം. ശരി. എനിക്ക് BJP-കാരോടാണ്, BJP-യുടെ പ്രതിനിധിയോടാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും താങ്കളുടെ നേതാവുമായ മോദി അബുദാബിയിൽ പോയപ്പോൾ അവിടുത്തെ ഷെയ്ഖിനെ സഹോദരൻ എന്ന് വിളിച്ച് ആലിംഗനം ചെയ്യുകയും സ്വന്തം ജന്മഭൂമിയായ ഇന്ത്യയിൽ ജനിച്ച മുസ്ലിങ്ങളെ ആട്ടിപ്പായിക്കുകയും നാട്ടിലെ പോലുള്ള വർഗീയവാദികൾ അല്ല, മോദി നാട്ടിലെ മുസ്ലിം ഒരു നിമിഷം. മോദി നാട്ടിലെ മുസ്ലിങ്ങളെ എവിടെ ആട്ടിപ്പായിക്കുന്നത്? കലാപത്തിലെ ഏറ്റവും വലിയ ഗുജറാത്ത് കലാപത്തിലെ ഏറ്റവും വലിയ ആര് ജയിക്കാൻ സാധ്യത? വിവരമില്ലാത്തതുകൊണ്ടാണ്. കഴിഞ്ഞ 34 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 10,000-കണക്കിന് യുവാക്കള് ജോലിക്ക് വേണ്ടിയിട്ട് കാല് പിടിക്കാത്ത പൊളിറ്റിക്കൽ നേതാക്കളില്ല. CPO റാങ്ക് ഹോൾഡേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. 530/2019 2019 നോട്ടിഫിക്കേഷൻ വിളിച്ച PSC നോട്ടിഫിക്കേഷൻ വിളിച്ച വേക്കൻസി ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിയമനം നടത്തുന്നില്ല? ഉണ്ടായിട്ട് എന്തുകൊണ്ട്? BJP-യുടെ ഫയലുണ്ട്. 6000 വേക്കൻസി ഇപ്പോഴും നിലവിലുണ്ട്. എന്നിട്ടും ആളെ എടുക്കുന്നില്ല. ഇതുവരെ സർക്കാർ കേരളം ഭരിക്കുമ്പോ കേന്ദ്ര സർക്കാർ ഇവിടെ ഭയങ്കരമായ വികസനം നടത്തുന്നു, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു എന്നാണല്ലോ പറഞ്ഞേ. ഇവിടെ സ്കൂൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന സ്കോളർഷിപ്പ് നിർത്തലാക്കി. അതുപോലെ ഇപ്പം മസ്റ്ററിംഗിന്റെ കാര്യം കേന്ദ്ര സർക്കാരാണ് പറഞ്ഞത് റേഷൻ കടകൾ വഴി മസ്റ്ററിംഗ് നടത്തണമെന്ന്. അതായത് ഈ ദിവസങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കി, ഈ ദിവസങ്ങളിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതകൾ ഉണ്ടാക്കി കേരള സർക്കാരിനെതിരെ ജനങ്ങളെ തിരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ ഒരു പ്രവർത്തനമാണ് ഈ പറയുന്ന റേഷൻ കടകൾ. ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയും സ്കൂളുകൾക്ക് ഒരു ആശുപത്രി ഒന്നും പറയാനില്ല. ഇൻഷുറൻസ് ഒരു ആശുപത്രിയിൽ പോയാലും ആ ഇൻഷുറൻസിന് പൈസ കിട്ടുന്നില്ല. വെറുതെ എന്തെങ്കിലും പറയല്ലോ സുഹൃത്തെ. നിങ്ങൾ ചാനൽ ചർച്ച ആൾക്കാർ പറയാനുണ്ടോ മോളെ? എന്തെങ്കിലും പറഞ്ഞോ. ആർക്കാ സാധ്യത ഇവിടെ മണ്ഡലത്തിൽ? വോട്ടില്ലല്ലോ. ഇവിടെ എന്താ സാധ്യത? LDF-ന്റെ പ്രവർത്തകരെ വിളിച്ച് നിർത്തി ചോദിച്ചാൽ LDF ജയിക്കൂ. LDF-ന്റെ പ്രതിനിധിയെ വിളിച്ച് സങ്കടകരമായ കാര്യമുണ്ട്. ജീവിക്കാൻ നിവർത്തിയില്ല. ഇവിടെ ഒരു മനുഷ്യനും ഏതെങ്കിലും ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഉണ്ടായിരുന്ന വില നിലവാരത്തെക്കാൾ ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും വില കൂടി. പച്ചവെള്ളത്തിന് വില കൂടി. ഏതെങ്കിലും ഒരു സാധനത്തിന് വില കുറച്ചതായിട്ട് കാണിക്കാമെങ്കിൽ ശ്വസിക്കുന്ന വായുവിന് മാത്രമേ
ഈ പാർലമെന്റിലെ ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തിയത് അടൂർ പ്രകാശാണ്. ഏറ്റവും കൂടുതൽ ചോദ്യം ഉന്നയിച്ചത് അടൂർ പ്രകാശാണ്. ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ചത് ഏറ്റവും കൂടുതൽ ഫണ്ട് നരേന്ദ്രമോദിയാണ്. 11 ലക്ഷം രൂപയുടെ രാജ്യത്തെ നരേന്ദ്രമോദിയുടെ ഭാഗമാക്കേണ്ട ആളാ വരേണ്ടത്. ഇവിടെ കാളവണ്ടിയിൽ ഇവിടെ സ്ഥാനം മത്സരിച്ചത് കാളവണ്ടിയിൽ സെക്രട്ടേറിയറ്റിൽ പെട്രോളിന് വില കുറയ്ക്കുമെന്ന് യാത്ര ചെയ്തതാണ് ഇവിടെ സ്ഥാനാർത്ഥി. 50 രൂപയ്ക്ക് ജയിച്ചാൽ പെട്രോൾ ഇവർ തരുമോ? നമുക്കിനി ഓരോ മിനിറ്റ് വീതമേ ഉള്ളൂ. ഓരോ മിനിറ്റ് അവസരം. ഒരു മിനിറ്റ് താങ്കൾ തുടങ്ങിക്കോ. ഒറ്റ മിനിറ്റേ ഉള്ളൂ. പറഞ്ഞു. ഒറ്റ മിനിറ്റ് വീതം എല്ലാവർക്കും കിട്ടും. പറഞ്ഞോ. രാജ്യത്തെ സർക്കാർ അധിക നികുതി 2 രൂപ കുറച്ചപ്പോഴും കേരളത്തിലെ സർക്കാർ 10 നയാ പൈസ കുറയ്ക്കാത്ത. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞതുകൊണ്ട് രണ്ടാമത് ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും 2 രൂപയുടെ വില കുറച്ചിട്ടുണ്ട്. നിങ്ങളിതൊന്നും കാണുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, രാജ്യത്തിന്റെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഈ കേരളത്തിലെ അധിക നികുതി ഏറ്റവും കൂടുതൽ ബാധ്യത ഉണ്ടാക്കിയ സർക്കാർ UPA സർക്കാരാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ ബാധ്യത ഉണ്ടാക്കിയ സർക്കാർ എന്ന് പറയുന്നത് UPA സർക്കാരാണ്. UPA കാലത്തുണ്ടായ നിങ്ങളുടെ സർക്കാരിന്റെ കാലത്തല്ലേ 50 രൂപയിൽ നിന്ന് ഇത്രയും വില കൂടിയത്? അനുസരിച്ചിട്ടുള്ള വില കുറച്ചു കൊണ്ടുവന്ന സമയത്തോളം സർക്കാർ കുറയ്ക്കാൻ കുറച്ചു. രാജ്യത്തെ 2 രൂപ 2 രൂപയല്ല. കഴിഞ്ഞ തവണ 7 രൂപ കുറച്ചപ്പോഴും കഴിഞ്ഞ തവണ കുറച്ചപ്പോഴും ഈ കേരളത്തിൽ അകത്ത് നികുതി എടുത്തു കൊടുക്കാൻ കേരള സർക്കാർ തയ്യാറായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവിടത്തെ ഈ പാർലമെന്റ് ജനതയോട് BJPക്ക് ആവശ്യപ്പെടാനുള്ള ഒറ്റ കാര്യം, രാജ്യത്തെ നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ സർക്കാർ ഈ രാജ്യത്ത് വരുമ്പോ ഈ പാർലമെന്റിന്റെ വികസനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പാർലമെന്റിൽ നിന്ന് ശ്രീ V മുരളീധരൻ ജയിച്ചാൽ ഈ പാർലമെന്റ് വികസനം ഉണ്ടാകും. മറിച്ച് ഇവിടുത്തെ LDFന്റെ ജോയ് ജയിച്ചാലും അടൂർ പ്രകാശ് ജയിച്ചാലും ഇന്ത്യൻ പാർലമെന്റ് ഒരു വശത്ത് പോയി അപ്പുറം ഇപ്പുറം വരുന്ന കപ്പലണ്ടി കഴിക്കാനേ പറ്റൂ. ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ആരും മണ്ടന്മാരല്ല. ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ കക്ഷിക്കാരും വികസനമാണ് മോദി സർക്കാരും V മുരളീധരനും മുന്നോട്ട് വെക്കുന്നത്. എങ്ങനെ നിങ്ങൾ നേരിടും? ഒറ്റ മിനിറ്റ്. തീർച്ചയായിട്ടും വികസനം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ടുള്ളത്. അദ്ദേഹം ജയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതി ഇലക്ട്രൽ ബോണ്ട് ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് നാം കേട്ട് ശീലിച്ചിട്ടുള്ളത് ആയാറാം ഗയാറാം രാഷ്ട്രീയം. ഇന്ന് കാണുന്നവന് നാളെ കാണുന്നില്ല. വെഞ്ഞാറം മൂടുന്ന കുറച്ച് CPM നേതാക്കൾ പോയിട്ടുണ്ട് BJPയിലേക്ക്. നേതാക്കന്മാർ ആരെങ്കിലും നടപടിയെടുത്തവർ കാണും. പത്മജ വേണുഗോപാൽ പോയതുപോലെ കഴിഞ്ഞ ദിവസം പത്മിനി തോമസ് പോയതുപോലെ തമ്പാനൂർ സതീഷ് പോയതുപോലെ ഒരൊറ്റ കാര്യം ചോദ്യമായി ഉന്നയിക്കപ്പെട്ടിരിക്കും, മറുപടി പറയേണ്ടതാണ്. ഇവിടെ അദ്ദേഹം ഉന്നയിച്ച ചോദ്യം എന്ന് പറയുന്നത് സിദ്ധാർത്ഥിന്റെ മരണത്തെ സംബന്ധിച്ചാണ്. അത്യന്തം അപലപനീയവും നിഷ്ഠൂരവുമായിട്ടുള്ള സംഭവമാണ്. ആ കൊലപാതകത്തിൽ കൊലപാതകമാണെങ്കിൽ അതിലെ കൊലപാതകമാണെങ്കിൽ ഒന്നാം പ്രതിയായി പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള സിൻജോയുടെ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. തർക്കമില്ലാത്ത വിഷയമാണ്. ഇവിടെ ആരോപണം CPM-ന് മേൽ കെട്ടിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമമാണ്. ഈ ആയാറാം കയ്യാറാം രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടരുത്. ഇലക്ട്രൽ ബോണ്ട് ചർച്ച ചെയ്യപ്പെടരുത്. സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് ചർച്ച ചെയ്യപ്പെടരുത്. അതുകൊണ്ട് ബോധപൂർവമാണ് വിഷയം ഉയർത്തുന്നു, ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട്. നിലവിലുള്ള ട്രെൻഡ് അനുസരിച്ച് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അരുൺകുമാറെ നമുക്ക് വേണമെങ്കിൽ റിപ്പോർട്ടർ ചാലിരിക്കാം. 20 സീറ്റും ഐക്യജനാധിപത്യ മുന്നണിയാണ്. രണ്ടാമത്തെ കാര്യം ഇവിടെ നമുക്ക് ഒറ്റ കാര്യമുള്ളൂ. ഒരു ഭാഗത്ത്
ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്ന് ഓരോ കമ്പനിയിലേക്കും ഇ ഡി അയക്കുക. ഇ ഡി കയറി പരിശോധിക്കുമ്പോൾ അവർ വന്ന് സറണ്ടർ ചെയ്യുക. അവരിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് കാര്യമാണോ? അല്ല, ഇലക്ട്രൽ ബോണ്ട് വഴി 6000 കോടി രൂപയാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നോക്കണം, മകള് വീട്ടിലിരുന്ന് മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് മകള് വീട്ടിലിരുന്ന് കരിമണൽ ലോബിയിൽ നിന്ന് മാസപ്പടി വാങ്ങുകയാണ്. മാസപ്പടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. മാസപ്പടി ഇവിടെ നെടുമങ്ങാട് ചന്തയിലെ CI2 കാരൻ 1000 രൂപയ്ക്ക് ജോലി ചെയ്താൽ 125 രൂപ പാർട്ടിക്ക് ലഭ്യ കൊടുക്കുന്നവരാണ്. ഇവിടെ ഭാരം ചുമക്കുന്നവനും കഷ്ടപ്പെടുന്നവനും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഭാരം ചുമന്ന് വിയർത്തൊലിക്കുമ്പോ മുഖ്യമന്ത്രിയുടെ പൊന്നാര മകള് അവിടെ ക്ലിഫ് ഹൗസിൽ ഇരുന്നു കൊണ്ട് മാസപ്പടി വാങ്ങിച്ചുകൊണ്ടിരിക്കുക. മാസപ്പടി ജീവിക്കാൻ നിവർത്തിയില്ലാത്ത സാഹചര്യമാണ് ഇവിടെ. അഭിമാനമുള്ള ജീവിക്കാൻ നിവർത്തിയില്ലാത്ത സാഹചര്യമാണ്. വരുമാനമില്ല, പണമില്ല. എന്റെ വലതും പുറതിമുട്ടി നാട്ടിൽ പണമില്ല, വസ്തു വാങ്ങാൻ പറ്റുന്നില്ല, ഓടികൾ പറ്റുന്നില്ല. 2 മുന്നണികളാണ് ചാർജ് കൂട്ടി വലതുവശം നിൽക്കുന്നവരാണ് ഒരുമിച്ച് മനുഷ്യനെ ഇതുപോലെ പിഴിഞ്ഞുകൊണ്ടൊരു സർക്കാർ പിണറായിയുടെ സർക്കാരില്ലാതെ സർക്കാരുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, പിണറായിക്കും നരേന്ദ്രമോദിക്കും ഒരുമിച്ച് ഷോക്ക് കൊടുക്കുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയി തെരഞ്ഞെടുപ്പ് മാറും. സിദ്ധാർത്ഥന്റെ കൊലപാതകളെ, സിദ്ധാർത്ഥന്റെ കട്ടച്ചോരയ്ക്ക് ഞങ്ങൾ മറുപടി പറയും. ഷോക്ക് ആർക്കടിക്കും എന്ന് നമുക്ക് നിശ്ചയമില്ല. പക്ഷെ ഒന്നുറപ്പാണ്, നല്ല വൈദ്യുതി പ്രവാഹമുണ്ട് നെടുമങ്ങാട്ട്. രാഷ്ട്രീയ വൈദ്യുതി പ്രവാഹം ഉശിരോടുകൂടി വോട്ടർമാർ മുന്നോട്ടാണ്. നമ്മൾ വീണ്ടും കണ്ടുമുട്ടും നാളെ തിരുവനന്തപുരത്ത് നിന്നും കുരുക്ഷേത്രം തത്സമയം. ഗുഡ് നൈറ്റ്.